വൈദ്യുതി ഇല്ലാത്തതിനെ തുടർന്ന് കൊല്ലം കുണ്ടറ താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം അവതാളത്തിൽ. ഗർഭിണികളെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ജനറേറ്റർ പ്രവർത്തിപ്പിക്കാനുള്ള ഡീസൽ വാങ്ങാൻ പണമില്ല എന്ന് ആശുപത്രി ജീവനക്കാർ പറഞ്ഞു എന്നാണ് രോഗികളുടെ ബന്ധുക്കൾ പറയുന്നത്. വാക്കുകളൊന്ന് കേൾക്കാം. അത് നമുക്കിവിടെ കറണ്ടിന്റെ പ്രശ്നം കൊണ്ടാണ് ചെയ്യാത്തത്. കണ്ടോടക്കല്ല, നമുക്ക് ജനറേറ്റർ പാരൽ സംവിധാനം ഇല്ലേ സാറേ? ജനറേറ്റർ ഉണ്ട്, അത് കേടായി കിടക്കുക ഇപ്പം. അപ്പൊ അല്ല, രോഗികളോട് പറഞ്ഞു ജനറേറ്ററിനകത്ത് മേടിക്കാൻ പൈസ ഇല്ലെന്ന്. അത് ഡീസലിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പം നിലവില് ജനറേറ്റർ വർക്ക് ചെയ്യുന്നില്ല, ഡീസലും ഇല്ല. അപ്പൊ ഡീസലും ഇല്ല. അപ്പൊ അടിയന്തരമായിട്ട് ഡീസൽ അടിക്കാനും മാർഗമില്ല. അത് മാത്രമല്ല, ജനറേറ്ററിന് ചെറിയ കംപ്ലൈന്റും ഉണ്ട്. ഈ രണ്ടുപേരെയാണോ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തേക്കുന്നത്? അവരൊക്കെ ഇപ്പം എമർജൻസി ഒന്നും ഇല്ല. നമ്മള് രാവിലെ പെയിൻ വരാൻ അപ്പൊ തിയേറ്ററില് ഇപ്പൊ കറണ്ടിന്റെ പ്രശ്നം കൊണ്ട് എപ്പോ വരുമെന്ന് നമുക്കറിയില്ല. അപ്പൊ ആ ഒരൊറ്റ വിഷയം കൊണ്ട് അവർക്ക് സേഫ് ആയിട്ട് നേരത്തെ അങ്ങ് കൊണ്ടുപോകാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. ശരി സാർ, ഓക്കെ ഓക്കെ ഓക്കെ. ഇന്നലെ തൊട്ട് കറണ്ട് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് പറയാമായിരുന്നു. പക്ഷെ 4 മണിക്ക് പെയിനുള്ള മരുന്ന് കൊടുത്തു, 6 മണിക്ക് പെയിനുള്ള മരുന്ന് കൊടുത്തു. അന്നേരം ഈ കറണ്ട് ഇല്ല എന്ന് പറയുന്ന സമയത്ത് 4 മണിക്കും 6 മണിക്കും ഈ പെയിനുള്ള മരുന്ന് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഇതിന്റെ കാര്യം ഞങ്ങൾ സൂപ്രണ്ടിനോട് ചോദിച്ചപ്പോൾ, ബാബു സാറിനോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? അവിടെ ഡീസൽ ഇല്ല, ഞങ്ങൾക്ക് വാങ്ങിച്ച് ഒഴിക്കാൻ കാശില്ലെന്നാ പറഞ്ഞത്. ബ്ലോക്കിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ബ്ലോക്കിൽ നിന്ന് ഫണ്ട് അനുവദിച്ചിട്ടില്ല. അതുമൂലം നമുക്ക് ഡീസൽ ഒഴിക്കാൻ പറ്റില്ലെന്ന പുള്ളിക്കാരൻ നമുക്ക് തരുന്ന മറുപടി. അരുൺ രാജ് വിവരങ്ങൾ മാറ്റിയിരുന്നു. അരുൺ, ചെറിയ കേടുപാടൊക്കെ ഉണ്ടെങ്കിൽ അറ്റകുറ്റപ്പണി നടത്താവുന്നതേ ഉള്ളൂ. അറ്റകുറ്റപ്പണി നടത്തുന്നുണ്ടോ, അതോ യഥാർത്ഥത്തിൽ ഡീസൽ അടിക്കാൻ 10 പൈസ ഇല്ലാത്തതാണ് യഥാർത്ഥ പ്രശ്നം? അരുൺ, ഹാഷ്മി, എന്ത് തന്നെയായാലും ന്യായീകരണങ്ങൾ ഒട്ടുമില്ലാത്തതാണ്. കാരണം ഗർഭിണികൾക്ക് പെയിൻ വരാൻ വേണ്ടി മരുന്നടക്കം നൽകി, ആ മരുന്നടക്കം നൽകിയ ശേഷമാണ് ഇത്തരത്തിൽ രോഗികളെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വരുന്ന സാഹചര്യമടക്കം ഉണ്ടാവുകയും ചെയ്തത്. ഇന്ന് നമ്മളോട് സംസാരിച്ച രോഗികളുടെ ബന്ധുക്കളെല്ലാം തന്നെ പറഞ്ഞത് ഇന്നലെ അടക്കം പ്രവേശിപ്പിച്ച രോഗികളുണ്ട്. പക്ഷേ ഈ രോഗികളെ ഇന്ന് രാവിലെ പെയിൻ അടക്കം മരുന്ന് നൽകിയപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട പിന്നീട് ഈ കറണ്ടില്ല, സർജറി ചെയ്യാൻ കഴിയില്ല എന്നടക്കം മനസ്സിലാക്കിയത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ബന്ധു ചേരുന്നുണ്ട്. എന്തായിരുന്നു ഇന്ന് നിങ്ങളോട് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത്? നമ്മുടെ അടുത്ത് ഇന്ന് 30-ാം തീയതി നമുക്ക് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ അവിടെ അഡ്മിറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. രാവിലെ നമ്മൾ ബ്ലഡ് എല്ലാം കൊടുത്തു, അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നത് കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. ആരും സംസാരിക്കുന്നൊന്നുമില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഉള്ളിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു നമുക്കിതിപ്പോൾ കറണ്ട് ഇല്ലാത്ത ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യം. അതിനൊരു വീട്ടിലടക്കം കറണ്ട് ഇല്ല, മൊബൈലിന് ചാർജ് ഇല്ല, അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം. അതിനിപ്പോൾ ഒരു കുറ്റവും ഇല്ല. പക്ഷെ ഡീസൽ അടിക്കാൻ ഒരു ഹോസ്പിറ്റൽ, താലൂക്ക് ഹോസ്പിറ്റൽ പോലെ ഒരു വലിയ ഹോസ്പിറ്റല്, ഗർഭിണികളെ നോക്കുന്ന ഒരു ഹോസ്പിറ്റലില് ജനറേറ്റർ ഉണ്ട്. ആ ജനറേറ്ററിനകത്ത് ഡീസൽ വാങ്ങിക്കാൻ പൈസ ഇല്ല എന്ന് പറയുന്നു. നേരത്തെ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഒരു വക പറയാൻ പറ്റത്തില്ല. ആരടുത്ത്? അവിടെ നിൽക്കുന്ന സിസ്റ്ററിന്റെ അടുത്ത് ചോദിച്ചു, ഞങ്ങൾ ഇത് എവിടെ പരാതിപ്പെട്ടു? സൂപ്രണ്ടിനെ കാണാൻ ചെന്നപ്പോ സൂപ്രണ്ട് വന്നിട്ടില്ല. നേരത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ സൂപ്രണ്ടിന്റെ അടുത്ത് ചെന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ രോഗി ഏതവസ്ഥയിലാണ്? എന്റെ സിസ്റ്ററാണ്. അവളുടെ വയറ്റിൽ ട്വിങ്സ് ആണ്. അതിൽ ഒരു കുട്ടി മരിച്ചു കിടക്കുകയാണ്, 3.5 മാസത്തിലെ മരിച്ചു കിടക്കുകയാണ്. പിന്നെ ഉള്ളത് ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ നമുക്ക് നേരാവണ്ണം, അതുകൊണ്ടാണ് 2 ആഴ്ച മുമ്പേ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് എടുക്കുന്നത്. അപ്പം അവർ പറഞ്ഞിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇവിടുന്ന് റെഫർ ചെയ്യാതെ വേറെ വഴിയില്ല. അതിന്റെ തൊട്ടപ്പുറത്ത് വലിയൊരു കെട്ടിടം വെച്ചിട്ടുണ്ട്. പക്ഷെ ഡീസൽ മേടിക്കാൻ പൈസ ഇല്ല. നേരത്തെ പറഞ്ഞിരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണെന്നുണ്ടെങ്കിലും ചെയ്തേനെയായിരുന്നു. ഇതൊരു വല്ലാത്ത അവസ്ഥ. ഹാഷ്മി, ഇത് കേട്ടത് രോഗിയുടെ ബന്ധുവിന്റെ വാക്കുകൾ. സഹോദരിയാണ് ആശുപത്രിയിൽ ഇപ്പോൾ നിലവിൽ ഉള്ളത്. ആ ചികിത്സയിൽ ഇരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇതാണ് സിസേറിനാണ്. ആ സിസേറിൻ നടത്താൻ വിളിപ്പിച്ചതാണ്. പക്ഷേ ആ അവസ്ഥയിൽ ചെന്നപ്പോഴാണ് കറണ്ടില്ല, അത് കറണ്ടിന് ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ ഡീസലുമില്ല, ആ ഡീസൽ വാങ്ങാൻ പണവുമില്ല എന്ന ഒറ്റ വാദത്തിന്റെ അടിസ്ഥാനത്തിൽ രോഗികളെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയത്. താങ്കളുടെ ആരാണ്? എന്റെ ഭാര്യയാണ്. നമ്മൾ ഇന്നലെ അഡ്മിറ്റ് ആയതാ. 29-ാം തീയതി ഇന്നലെ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു. നമ്മൾ അഡ്മിറ്റ് ആക്കി. ഇന്നലെ മുതലേ കറണ്ട് സത്യത്തിൽ മഴ പെയ്യുമ്പോൾ ഇടയ്ക്ക് കറണ്ട് വരും, കറണ്ട് പോകും. ഇടയ്ക്ക് ജനറേറ്റർ പ്രവർത്തിക്കുന്ന സൗണ്ട് നമ്മൾ കേട്ടു. പിന്നെ രാവിലെ ഇന്നലെ രാത്രിയിൽ മുഴുവൻ കറണ്ടില്ലായിരുന്നു. ജനറേറ്ററിന് ഡീസൽ വാങ്ങാൻ പണമില്ലെന്ന് ആരാ പറഞ്ഞത്? സൂപ്രണ്ടാണ് പറഞ്ഞത്. നമ്മളോട് വിളിപ്പിച്ച് ചോദിച്ചപ്പോൾ സൂപ്രണ്ട് ആദ്യം ചോദിച്ചപ്പോൾ പുള്ളിക്കാരെ സമ്മതിച്ചില്ല. ഞാൻ ചോദിച്ചു തകരാറാന്ന് തോന്നി. ചന്ദ്രൻ പറഞ്ഞ ജനറേറ്റർ തകരാറാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടുത്തെ നേഴ്സും ഡോക്ടർമാരടക്കം പറയുന്നുണ്ടല്ലോ ഇവിടുന്ന് ഇതിനെ പ്രവർത്തിപ്പിക്കാനായിട്ട് ഡീസൽ മേടിക്കാൻ പണം ഇല്ലാന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറയും. ബ്ലോക്ക് അനുവദിച്ചിട്ടില്ലാന്നോ, കൊടുത്തിട്ടുണ്ട്, ഇതുവരെ കിട്ടിയിട്ടില്ലാന്ന് പോലും. അന്നേരം പുള്ളിക്കാരൻ അത് സമ്മതിച്ചു. ശരിയാ കൊടുത്ത്. പുള്ളിക്കാരൻ വെറും ലാഘവത്തോടെ ചിരിച്ചോണ്ടാണ് നമ്മളോട് പറയുന്നത്. നമ്മളൊരു ജീവനും കൈ പിടിച്ചായി ഓടുന്നത്. അതും 2 മരുന്നും വെച്ച് 9 മണിയായപ്പോൾ നമ്മളോട് വന്നിട്ട് മരുന്നടക്കം കൊടുക്കുകയും ചെയ്തു. മെയിനുള്ള മരുന്നടക്കം കൊടുത്തു. എന്ത് വിശ്വസിച്ച് നമ്മൾ ആംബുലൻസിൽ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും? എത്രത്തോളം നമ്മളൊരു സാധാരണക്കാരനായതിന്റെ പേരിൽ ഇത്ര അനുഭവിക്കേണ്ടി വന്നു. അമ്മ ആശാവർക്കറാണ്. ആശാവർക്കറും എന്റെ മോളുമാണ്, ഇതെന്റെ മോനാണ്.
ഞങ്ങൾ ഇന്നലെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞ് അഡ്മിറ്റ് ആക്കിയതാണ്. 7 മണി വരെ ഇരുന്നിട്ട് കറണ്ട് ഇല്ല, അത് നമുക്കറിയാം സ്വാഭാവികമായിട്ട്. പക്ഷേ ഈ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ 4 മണിക്ക് വെളുപ്പാരാവിലെ 4 മണിക്ക് പെയിൻ ഉണ്ടാവാനുള്ള മരുന്ന് കൊടുത്ത്, 6 മണിക്കും കൊടുത്ത്, 2 പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് പെയിൻ തുടങ്ങി കഴിഞ്ഞപ്പോഴും അവർക്ക് കറണ്ട് ഇല്ല. അന്നേരമാണ് അവർ ആലോചിക്കുന്നത് ഡീസൽ ഇല്ലെന്ന്. അങ്ങനെ ശരിയാണോ? ഒരു വലിയ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഈ റെഫർ ചെയ്യുന്ന ഗർഭിണികളെ ജീവൻ വെച്ച് കളിക്കുകയാണോ അവിടെ ചെയ്യുന്നത്? അതാണോ ശരി? ആ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ ഇവിടെ വരുമ്പോൾ അതിന് പെയിൻ തുടങ്ങി. 2 സിസ്റ്റർമാര് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ആംബുലൻസ് കൂടെ 2 സിസ്റ്റർമാര്, കാരണം എമർജൻസി ആയതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നത്. ഞങ്ങൾക്കത് അറേഞ്ച് ചെയ്ത് പറഞ്ഞോ ഡീസലിന് പൈസ കൊടുക്കാം പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു എത്ര രൂപ വേണമെങ്കിലും ഞങ്ങൾ തരാം. അന്നേരം പറയുന്നത് അത് ലീക്ക് ആവുമെന്ന്, എത്ര ഒഴിച്ചാൽ അത് ലീക്ക് ആവുമെന്ന്. അതൊന്നും ബ്ലോക്കിൽ നിന്ന് പൈസ അനുവദിച്ചിട്ടില്ലെന്ന്. കാശ്മീർ ആശാ വർക്കറുടെ വാക്കുകളാണ്. അവരുടെ മകളാണ് നിലവിൽ ചികിത്സയിലുള്ള പ്രഗ്നന്റ് ആയ ലേഡി. ഇവർക്കെല്ലാം തന്നെ നേരിട്ടത് സമാനപരമായ അനുഭവമാണ്. കൂടുതൽ രോഗികളെ ഇവിടേക്ക് കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ള വിവരം കൂടിയാണ് ആശുപത്രിയുമായി സംസാരിക്കുമ്പോൾ നമുക്ക് വ്യക്തമാവുകയും ചെയ്യുന്നത്. അല്ല അരുൺ, ഈ ജില്ലാ ആശുപത്രിയിലേക്ക് രോഗികളെ മാറ്റൽ പ്രാക്ടിക്കൽ അല്ല. 1-2 പേരെ മാറ്റി എന്ന് ഒഴിച്ചു നിർത്തിയാൽ ഇത് പരിഹരിക്കണമല്ലോ. ഇപ്പോൾ ഡീസൽ പ്രതിസന്ധിയാണെങ്കിൽ അതിന് പണമില്ലെന്നുണ്ടെങ്കിൽ അത് പരിഹാരമുള്ളതാണ്. അല്ലെങ്കിൽ ജനറേറ്ററിന്റെ കേടുപാട് തീർക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ജനറേറ്റർ കൊണ്ടുവെക്കാനാണെങ്കിൽ അതും പരിഹാരം ഉള്ളതാണ്. വേണ്ടത് ഇടപെടലാണ്. ഇടപെടൽ പ്രതീക്ഷിക്കാവോ അരുൺ? തീർച്ചയായും ഇക്കാര്യത്തിൽ ഇടപെടലാണ് മെച്ചപ്പെടുന്നത്. കാരണം മഴക്കാലമാണ്, കൂടുതൽ രോഗികളടക്കം കൊണ്ടുവരേണ്ട സാഹചര്യം അടക്കം ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഇക്കാര്യത്തിൽ ആരാണ് ഇടപെടേണ്ടത്, ആരാണ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത് എന്ന ചോദ്യമാണ് രോഗികൾ തന്നെ മുന്നോട്ട് വെക്കുന്നത്. ഇത്ര ഗുരുതരമായ പ്രശ്നമായിട്ടും ആശുപത്രി മാനേജ്മെന്റ് ലാഘവത്തോടെയാണ് ഈ വിഷയത്തെ നേരിടുന്നത് എന്ന ആരോപണം കൂടി ഇപ്പോൾ ഇവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. സ്ഥലത്ത് അടക്കം നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഇവർക്ക് എന്താണ് പറയാനുള്ളത് എന്നത് സ്വാഭാവികമായി നമുക്കറിയാം. അല്പസമയം മുമ്പ് നമ്മൾ കേട്ടത് ഹോസ്പിറ്റൽ സൂപ്രണ്ടിന്റെ വാക്കുകളാണ്. അദ്ദേഹം പറയുന്നത്, ആവർത്തിച്ച് പറയുന്നത് ഡീസൽ വാങ്ങാൻ പണമില്ല, ഒപ്പം തന്നെ ജനറേറ്റർ തകരാറിലാണ്, അതുകൊണ്ടാണ് രോഗികളെ ഷിഫ്റ്റ് ചെയ്തത് എന്നുള്ളതാണ്. പക്ഷെ അത് ഇന്നോ ഇന്നലെയോ അറിഞ്ഞ കാര്യമല്ല, നേരത്തെ തന്നെ ആശുപത്രിക്ക് അറിയാവുന്ന കാര്യമാണ്. ആ ആശുപത്രിക്ക് അറിയാവുന്ന കാര്യം എന്തുകൊണ്ടാണ് ഒരു പ്രധാനപ്പെട്ട താലൂക്ക് ആശുപത്രി, ആ താലൂക്ക് ആശുപത്രിയിൽ ഇത്രയും നാൾ അത് കാത്തുവെച്ചത്, അല്ലെങ്കിൽ അത് പരിഹരിക്കാതെ പോയതെന്ന ചോദ്യം ബാക്കിയാവുകയും ചെയ്യുന്നുണ്ട്. ഹാഷ്മി, പ്രസവം ഉൾപ്പെടെയുള്ള മുടങ്ങിയ പശ്ചാത്തലമാണ് അരുൺരാജ് റിപ്പോർട്ട് ചെയ്യുന്നത്. കുണ്ടറ താലൂക്ക് ആശുപത്രിയുടെ ദയനീയാവസ്ഥയെക്കുറിച്ചാണ്. പ്രവർത്തനം ഏതാണ്ട് അവതാളത്തിലാണ്. ഗർഭിണികളെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുന്ന സാഹചര്യമാണ്. അതായത് ഈ പ്രസവ വേദന വന്നതിന് ശേഷം അഡ്മിറ്റായ രോഗികളെ പോലും അടിയന്തര സാഹചര്യത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നു. നേരത്തെ ഒരു സഹോദരി പറയുന്നത് കേട്ടിരുന്നു. ആ കുട്ടി അതിൻ്റെ സിസ്റ്ററാണ്, ട്വിൻസാണ്. ഒരു കുഞ്ഞ് മരിച്ചു കിടക്കുകയാണ്. മറ്റേ കുഞ്ഞിനെങ്കിലും ജീവനോട് രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളിലാണുള്ളത്. അതിനിടയിലാണ് പെട്ടെന്ന് ഈ പറഞ്ഞ ആശുപത്രി മാറേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാകുന്നത്. ജനറേറ്റർ പ്രവർത്തിപ്പിക്കാനുള്ള ഡീസൽ വാങ്ങാൻ പൈസയില്ല എന്ന് ആശുപത്രി ജീവനക്കാർ പറയുന്നു എന്നാണ് രോഗികളുടെ ബന്ധുക്കൾ പറയുന്നത്. അതേസമയം നമ്മുടെ അരുൺരാജ് സംസാരിച്ച ആ ജീവനക്കാരൻ പറഞ്ഞത് ഡീസലിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അത് പരിഹരിച്ചു, പക്ഷേ എന്തോ ചെറിയ കേടുപാടൊക്കെ ഉണ്ട് ജനറേറ്ററിന് എന്നാണ് പറയുന്നത്. അരുൺരാജ് തുടരുന്നു. അരുൺ, മഴ പെയ്യുന്നതോ കറണ്ട് പോകുന്നതോ ഒന്നും പ്രശ്നമല്ല. അത് നല്ല രീതിയിലെല്ലാം കഴിഞ്ഞു. ഇപ്പം 2 വർഷം കഴിഞ്ഞപ്പം വീണ്ടും അവള് ഗർഭിണിയായപ്പോൾ നമ്മൾ അവിടെ തന്നെ കാണിക്കാമെന്ന് വെച്ചാണ് അവിടെ കൊണ്ടുവരുന്നത്. ഡോക്ടർ നിമിതയാണ്, യാതൊരു കുഴപ്പമില്ല, നല്ല ഡോക്ടറാണ്. അവര് നല്ല ആശുപത്രിക്കാണ് പ്രശ്നം. നമ്മള് സ്റ്റാഫുകളെ പറഞ്ഞിട്ടായില്ലല്ലോ. ഒരു നിർവാഹമില്ല. സ്റ്റാഫുകളുടെ അടുത്ത് പറഞ്ഞപ്പം പറയുന്നത് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, പിരിവിട്ട് പൈസ കൊടുക്കാവെന്ന് പറഞ്ഞ്. ആ സൂപ്രണ്ടാണ് അവിടെ പ്രശ്നം. എല്ലാ വാർത്തകളും റിപ്പോർട്ട് ചെയ്യുന്നവരല്ലേ, നിങ്ങൾക്ക് തന്നെ അറിയത്തില്ലേ ആരോഗ്യ കേരളം, ഇതിന് എന്ത് വിലയാണെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്ത് വിലയാണ് ഇതിനുള്ളത്? ആശാവർക്കറുടെ മകളാണ് ഹാഷ്മി ഇത്തരത്തിലൊരു ദുരവസ്ഥ നേരിടേണ്ടി വന്നത്. എന്തായാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കറണ്ട് പോയി, മഴ പെയ്ത് കറണ്ട് പോവുക എന്നത് സ്വാഭാവികമാണ്. അവരെ നേരത്തെ നമ്മളോട് സംസാരിച്ച് ബന്ധുക്കളും പറയുന്നുണ്ട്, അതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷേ ഒരു പകരം സംവിധാനം അത് എന്തുകൊണ്ട് ഇല്ലാതെ പോകുന്നു? അത് ആശുപത്രി മാനേജ്മെന്റ് അത് ശ്രദ്ധിക്കാതെ പോയതാണ്. അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു ദാക്ഷിണ്യം അല്ലെങ്കിൽ അവർക്ക് യാതൊരു ദയയും അർഹിക്കുന്നില്ല. ഇത്തരത്തിൽ ഈ ഗർഭിണികളെ അവിടെ കൊണ്ടുവന്ന് അവിടെ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക്, അത് ഈ പെയിൻ വരാനുള്ള മരുന്നടക്കം നൽകിയ ശേഷം മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുവേണ്ടി വരുന്ന സാഹചര്യം, അത് നമ്മുടെ കേരളത്തിലാണ്, കൊച്ചു കേരളത്തിലാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ അവസ്ഥ നമ്മൾ ഇപ്പോഴും നോക്കിക്കാണുന്നത്. ഈ വിഷയത്തിൽ അടിയന്തരമായ ഇടപെടൽ വേണം, ഇത് മറ്റൊരു രോഗിക്ക് ഉണ്ടാകരുത് എന്നുള്ളതാണ് ഈ ബന്ധുക്കളടക്കം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. കുണ്ട്ര നിയോജക മണ്ഡലമാണ്. ആ കുണ്ട്ര നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഒരു താലൂക്ക് ആശുപത്രിയാണ്. അത് നവീകരണ പ്രവർത്തനങ്ങളടക്കം അടുത്ത കാലത്താണ് അവിടെ പൂർത്തിയാക്കിക്കൊണ്ടുവരുന്നത്. അവിടെയാണ് ഇത്തരത്തിലൊരു ദുരവസ്ഥ ഇന്ന് രോഗികൾക്ക് നേരിടേണ്ടി വന്നത്.
അരുൺരാജ് അതിന്റെ വിവരങ്ങൾ നൽകുമായിരുന്നു. നമ്മൾ MLA PC വിശ്വനാഥിനെ അടക്കം ഉള്ളവരെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. എന്തോ തിരക്കിലാണെന്ന് തോന്നുന്നു, ഫോണിൽ കിട്ടുന്നില്ല. എന്തായാലും അവിടുത്തെ പ്രശ്നം ഇതാണ്. അവിടെ ജനറേറ്റർ തകരാറിലാണ് എന്ന് പറയുന്നു. ജനറേറ്റർ തകരാറിലാണെങ്കിലും ഡീസലിന് അടിക്കാൻ, അല്ലെങ്കിൽ ആ ജനറേറ്ററിന് ഡീസൽ അടിക്കാനുള്ള പൈസ ഇല്ല, പണമില്ലാത്ത പ്രശ്നമാണെങ്കിലും ജനപ്രതിനിധികളുടെ ഇടപെടൽ അനിവാര്യമാവുന്ന സാഹചര്യമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ദുരന്ത വാർത്തകൾ അവിടെ നിന്ന് കേൾക്കേണ്ടി വന്നേക്കാം. അങ്ങനെ വരാതിരിക്കട്ടെ. തിരികെ